ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബനേസർ ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദൈവവചന പ്രഭാഷണ പരമ്പരയിൽ വീണ്ടും ദൈവവചനമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ദൈവഭൃത്യന്മാരിലൂടെ നാം കേൾക്കപ്പെടുകയും നമുക്ക് അത് വലിയ അനുഗ്രഹവും ആശീർവാദവുമായി തീരുകയും ചെയ്തു. പ്രത്യേകിച്ച് എബനേസർ ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായിരിക്കുന്ന ഇബ്രാഹിംകുട്ടി ചാൻ പ്രത്യേകാൽ എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഈ മാധ്യമങ്ങളിലൂടെ ആയിരങ്ങൾ ദൈവവചനം കേൾക്കുവാനുള്ള അവസരം കർത്താവിൻ്റെ ദാസനിലൂടെ നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ചില ചിന്തകൾ പ്രാർത്ഥനാപൂർവം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അതിനാധാരമായിട്ട് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എൻ്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിച്ചിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ഗദ്യപുസ്തകമായിട്ട് 5 പുസ്തകങ്ങളുണ്ട്. ഇയ്യോബ്, സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. ഈ 5 പുസ്തകങ്ങൾ ഗദ്യപുസ്തകമാണ്. യഹൂദന്മാർ ഈ പുസ്തകത്തെ വളരെ വിശുദ്ധമായിട്ട് കരുതുകയാണ്. മലയാളത്തിൽ ഈ പുസ്തകത്തിൻ്റെ പേര് ഉത്തമഗീതം എന്നാണ്. ഉത്തമഗീതം, നല്ല പാട്ടെന്നാണ്. തമിഴില് ഇതിന് കൊടുത്തിരിക്കുന്നത് ഉന്നത പാട്ടെന്നാണ്. ഉന്നത പാട്ട്. ഇംഗ്ലീഷില് സോങ് ഓഫ് സോങ്, പാട്ടുകളുടെ പാട്ട് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഷകളിലും ഈ പുസ്തകത്തിന് നല്ല പേരുകളാണ് നൽകിയിരിക്കുന്നത്. ശലോമോന്റെ 3 പുസ്തകത്തിൽ സദൃശവാക്യത്തെ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തോടും സഭാപ്രസംഗിയെ വിശുദ്ധ സ്ഥലത്തോടും ഉത്തമഗീതത്തെ അതിവിശുദ്ധ സ്ഥലത്തോടുമാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. വർഷം തോറും പെന്തക്കോസ്ത് വാരോത്സവത്തിൻ്റെ 8-ാം ദിവസം അവർ ഈ ഗീതം ആലപിക്കും എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. ലോകപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ഒരു സ്നേഹബന്ധമാണ് ഇതിലെ ഇതിവൃത്തം. എങ്കിലും അതിലുപരി വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കാഴ്ചയിൽ തൻ്റെ കാന്തനോടും കാന്തന് തൻ്റെ കാന്തയോടുമുള്ള അഭേദ്യമായ സ്നേഹവും ആ സ്നേഹത്തെ വശീകരിച്ച് കാന്തയെ കാന്തനിൽ നിന്ന് അകറ്റുവാൻ ലോകവും അതിൻ്റെ പ്രൗഢിയും ശ്രമിക്കുന്നതാണ് ഇതിനകത്തെ ആത്മീയ ഇതിവൃത്തം. ഈ പുസ്തകത്തിൽ ദൈവമെന്നോ യഹോവയെന്നോ കർത്താവെന്നോ ഒരു പദം നമ്മൾ കാണുന്നില്ല.
ശലോമോനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശലോമോനെ പോലെ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഉണ്ടായിട്ടില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ശലോമോൻ ഏതാണ്ട് 3000 സദൃശവാക്യങ്ങളും 1500 പാട്ടുകളും എഴുതിയിട്ടുണ്ട്. 32 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസനായ ശലോമോനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ദൈവസഭയെ ഈ പുസ്തകത്തിൽ പലതിനോടും ഉപമിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര. 1:9. 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ താഴ്വരയിലെ താമര, മുള്ളുകളുടെ ഇടയിലെ താമര, ഇത് ദൈവസഭയെ ഉപമിച്ചിരിക്കുകയാണ്. 6:10 നമ്മൾ വായിക്കുമ്പോൾ അരുണോദയം പോലെ ശോഭയുള്ള, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള, സൂര്യനെ പോലെ നിർമ്മലത, തിർസായെ പോലെ സൗന്ദര്യമുള്ളവ, യെരുശലേമിനെ പോലെ മനോഹരത. 6:4. കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവൾ. അതുപോലെ തന്നെ ഇവിടെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം 4:12. അതുപോലെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, വറ്റിപ്പോകാത്ത കിണറ് എന്നെല്ലാം അനേക ഉപമകളാണ് ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭയെ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഉപമിച്ചിരിക്കുന്നു. ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ആണ് ഉപമിച്ചിരിക്കുന്നത്. നോക്കണം, അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് നാം ഈ തിരുവചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നത്. ഈ പെൺകുതിര ദൈവസഭയ്ക്ക് നിഴലാണ്. പ്രിയൻ മണവാട്ടിയെ പെൺകുതിരയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഞാൻ ഈ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര, അതിൻ്റെ ചില വിശേഷതകളെ കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഈ പെൺകുതിര തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുതിരയായിരുന്നു. സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുതിര. ദൈവസഭയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. ഈ കുതിരയെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ദൈവസഭയാകുന്ന എന്നെയും നിങ്ങളെയും ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ അനാദി കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ കാര്യം, ഈ കുതിര മിസ്രൈമിൽ നിന്നുള്ള കുതിരയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്ന് ആയിരുന്നു. എന്താണ് ഈ മിസ്രൈം നമ്മളെ കാണിക്കുന്നത്? ഒരു കാലത്ത് നമ്മൾ അടിമത്വത്തിൽ, പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. ഇസ്രയേൽ ജനം മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നു. ഓർക്കണം, ദൈവസഭയാകുന്ന ഞാനും നിങ്ങളും എഫീസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രയേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. നോക്കണം, രണ്ടാമത് ഈ കുതിരയുടെ അനുഭവം എന്ന് പറയുന്നത് അത് മിസ്രൈമിലായിരുന്നു, മിസ്രൈമിൽ നിന്നായിരുന്നു. സ്തോത്രം. നോക്കണേ, മിസ്രൈമിൽ പാർത്തിരുന്ന കുതിരകളാണ് ഫറവോന്റെ രഥത്തിന് കെട്ടുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഇത് വിലയ്ക്ക് വാങ്ങിയ കുതിരയാണ്. വിലയ്ക്ക് വാങ്ങിയ കുതിരയാണ്. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് അവർ മിസ്രൈമിൽ നിന്ന് രഥമൊക്കെയും 600 കുതിര ഒന്നിന് 150 വെള്ളി ശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും എന്നെഴുതിയിരിക്കുന്നു. അപ്പം ഈ കുതിരയ്ക്ക് വിലയുള്ളതാണ്, വിലയ്ക്ക് വാങ്ങിയ കുതിരയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും കർത്താവിൻ്റെ രക്തത്താല് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. സ്തോത്രം. ഓർത്തുകൊള്ളണം, നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരുവരാണ്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2, ഇത് മിസ്രൈമിലുള്ളവരായിരുന്നു. സ്തോത്രം. എന്താണ് മിസ്രൈം? അടിമത്വത്തെ കാണിക്കുന്നത്. ഒരു കാലത്ത് പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന നമ്മെ കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ, വിടുവിക്കപ്പെട്ടു. 3, ഇത് വിലയ്ക്ക് വാങ്ങിയ കുതിരകളാണ്. സ്തോത്രം. രാജാവിന്റെ രഥത്തിന് കെട്ടുവാനായിട്ട് ഇതിന് സ്തോത്രം വില കൊടുത്തു വാങ്ങി എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചു. പ്രിയമുള്ളവരെ, നമ്മളും വില കൊടുത്ത് വാങ്ങിയവരാണ്. നമ്മളെ കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. സ്തോത്രം. 4-ാമത്തെ കാര്യം, ഇത് പരിശീലിപ്പിക്കപ്പെട്ട കുതിരയാണ്. സ്തോത്രം. പരിശീലിപ്പിക്കപ്പെട്ട കുതിര ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള പരിശീലനമാണ് ഈ കുതിരയ്ക്ക് നൽകിയിരിക്കുന്നത്. ഓർത്തുകൊള്ളണം, നമ്മളെ കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ, കഷ്ടങ്ങള്, പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ഇതെല്ലാം സഹിക്കുവാനുള്ള സ്തോത്രം കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഒന്നിനും സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം ഇത് പരിശീലിപ്പിക്കപ്പെട്ട ഒരു കുതിരയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഷ്ടത സഹിക്കുവാൻ, പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ 4-ാമത്തെ
ഈ കുതിരയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് പരിശീലിപ്പിക്കപ്പെട്ടതാണ്. സ്തോത്രം. അഞ്ചാമത്തത്, ഇത് രഥവുമായി ബന്ധിക്കപ്പെട്ടതാണ്. സ്തോത്രം. രഥവുമായിട്ട് ഇത് ബന്ധിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. നമ്മളെ കർത്താവ് ദൈവസഭയാകുന്ന ആ രഥത്തിലേക്ക് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുക. സ്തോത്രം. മറന്നു പോകരുത്. ഹല്ലേലൂയ. രാജാവിനെ വഹിക്കുവാൻ, രാജാവിനെ ചുമക്കുവാൻ ഈ രഥത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ആമേൻ. ഈ കുതിര രാജാവിനെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. രാജാവിൻ്റെ രഥം ചുമന്നുകൊണ്ടു പോവുകയാണ്. അതെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇത് ഈ കുതിരയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ രാജാവിനെ വഹിക്കുവാൻ, രാജാവിനെ ചുമക്കുവാൻ, രാജാവിനെ കൊണ്ട് യാത്ര ചെയ്യുവാൻ അവൻ ഒരുക്കമുള്ള ഒരു കുതിരയാണ്. സ്തോത്രം. മാത്രമല്ല, ഈ കുതിരയ്ക്ക് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇതിന് കൽപ്പന അനുസരിപ്പാനുള്ള വേഗത. സ്തോത്രം. ഹല്ലേലൂയ. രാജാവിൻ്റെ കൽപ്പനയ്ക്ക് അത് കാതോർത്ത് നിൽക്കുകയാണ്. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന പെൺകുതിര സമാനം മണവാട്ടി അനുസരണമുള്ളവരായിരിക്കേണ്ടതാണ്. സ്തോത്രം. ഈ ഉദാസീനത പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 48:10 വായിക്കുന്നത്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് വായിക്കുന്നത്. അപ്പൊ കൽപ്പന അനുസരിക്കുവാനുള്ള ജാഗ്രത, ആജ്ഞ അനുസരിക്കുവാനുള്ള ജാഗ്രത, ആമേൻ, സ്തോത്രം, ഈ കുതിര ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. അടുത്ത് ഈ കുതിരയുടെ മറ്റൊരു പ്രത്യേകത, നിഷ്പ്രയാസനെ തിരിക്കാവുന്ന സ്ഥിതി. ഇസ്രായേൽ തങ്ങളുടെ യാത്രയിൽ മേഘത്തിൽ നടത്തി, മേഘത്തിൻ്റെ കീഴിൽ അവരെ യാത്ര ചെയ്യുകയും ദൈവത്തിൻ്റെ സമയം വാഗ്ദത്ത നാടിനെ കൈവശമാക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പീലിപ്പോസ്, പൗലോസ്, പത്രോസ് ഇവരെല്ലാം ആത്മനിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. നമുക്കറിയാം, ഈ കുതിരയെ സംബന്ധിച്ചും ഇത് തന്നെയാണ്, നിഷ്പ്രയാസനെ തിരിക്കാവുന്ന സ്ഥിതി. സ്തോത്രം. ഈ ഏതൊരു സാഹചര്യത്തിലും ഈ രഥത്തെ വഹിക്കുവാനും അത് തിരിച്ചു കൊണ്ടുപോകുവാനുമുള്ള കഴിവാണ് ഈ കുതിരയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓർത്തു നോക്കണം, ഇത് ആമേൻ, സ്തോത്രം, സാവധാനതയുള്ള ഒരു കുതിരയാണ്. നമുക്കറിയാം, ഏത് കാര്യത്തിലും കരുതലോടും മഹാമനസ്കതയോടും സൗമ്യതയോടും പക്വതയിലും കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം ദൈവസഭയ്ക്ക്, ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കണം. ദ്രുതഗതിയിൽ ആകരുത്. ഈ കുതിര സാവധാനത, ഹല്ലേലൂയ, അത് സാവധാനത്തോടുകൂടെ നിൽക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഈ കുതിരയ്ക്ക് ആമേൻ, സ്തോത്രം, രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ അത് വേഗം ഓടുവാൻ അത് ആഗ്രഹിക്കുക. രാജാവിനെ വഹിച്ചുകൊണ്ട് നേരെ മുൻപോട്ട് നോക്കി ഓടുകയാണ്. ഒരു വശം നോക്കി ലക്ഷ്യം തെറ്റാതിരിപ്പാൻ കണ്ണുകൾക്ക് മറവ് കൊട്ടുകയാണ്. കഷ്ടങ്ങളോ ഭീഷണിയോ പീഡനങ്ങളോ ഉണ്ടാകുമ്പോൾ കുതിര പിന്മാറാതെ, ഹല്ലേലൂയ, അത് മുൻപോട്ട് തന്നെ. ഇത് ദൈവസഭയുടെ, ഹല്ലേലൂയ, അനുഭവത്തെ കാണിക്കുന്നത്. പിന്മാറാതെ ഉപദേശത്തിലും ജീവിതത്തിലും അയവില്ലാതെ
നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നുള്ള പ്രാഗൽഭ്യത്തോടെ നാം ഓടേണം. പൗലുസിനോടൊപ്പം തന്നെ നേരെ ഓടിപ്പോകുന്ന ഒരു കുതിരയാണ് നമുക്കിവിടെ കാണുന്നത്. മാത്രമല്ല, ഇത് വിശ്വസ്തതയുള്ള ഒരു കുതിരയായിരുന്നു. വിശ്വസ്തതയുള്ള കുതിര എന്ന് പറഞ്ഞാൽ, ദൈവസഭയാം രഥത്തിൽ വിവിധ കൃപാവരങ്ങളോടുകൂടി ചുമൽ കൊടുത്ത് പ്രവർത്തിപ്പാൻ ഓരോ വിശ്വാസികളും നിയമിത നിർബന്ധിതരും ആകുന്നു. ദൈവം തരുന്ന കൃപകൾ നിഗളിക്കുവാനല്ല, താഴ്മ ധരിക്കുവാനത്രേ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയാണ്. വിശ്വസ്തരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കുതിര വിശ്വസ്തയോടു കൂടെയാണ് രാജാവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസ്തന്മാര് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. വിശ്വസ്തന്മാരിൽ ഇന്ന് വിരളമാണ്. സ്തോത്രം. അപ്പോൾ ഈ കുതിരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വിശ്വസ്തതയുള്ള ഒരു കുതിരയാണ്. മറ്റൊരു കാര്യം, ഈ പെൺകുതിര വേർപാട് പാലിക്കുന്നു. രാജാവിന് വേണ്ടി സ്തോത്രം ക്രമപ്പെടുത്തിയ സ്ഥലത്ത് മാത്രമേ അത് നിൽക്കുകയുള്ളൂ. രാജാവിനാൽ നിയമിക്കപ്പെട്ടവരാൽ പരിശീലിപ്പിക്കപ്പെടുകയാണ്. ഓർത്തു നോക്കണം, ഇത് രാജാവിന് വേണ്ടി ക്രമപ്പെടുത്തിയ സ്ഥലത്ത് മാത്രമേ അത് നിൽക്കുകയുള്ളൂ. നമ്മളും നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. സ്തോത്രം. നമ്മൾ നിൽക്കേണ്ടത് സ്തോത്രം സത്യ വഴികളിലൂടെ മാത്രമേ നമുക്ക് നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥയുള്ളൂ. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത് കാണുന്നത് വിശ്വസ്തതയാണല്ലോ. സ്തോത്രം. വേർപാട് പാലിക്കുന്ന ഒരു കുതിരയാണ് ഈ പെൺകുതിര. സ്തോത്രം. മാത്രമല്ല, ഇത് വളരെ ദീർഘക്ഷമയുള്ള ഒരു കുതിരയാണ്. സ്തോത്രം. ആൺകുതിരയേക്കാൾ സഹനശക്തിയുള്ള പ്രകൃതിയാണ് പെൺകുതിരയ്ക്കുള്ളത്. ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, കണ്ടോ, യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ സ്തോത്രം ഇങ്ങനെ പറഞ്ഞത്, ഹല്ലേലൂയ, ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. സ്തോത്രം. വളരെ ദീർഘക്ഷമയുള്ള, എടുത്തു ചാടുകയല്ല, വളരെ സാവധാനവും ദീർഘക്ഷമയുമുള്ള ഒരു കുതിരയാണ് ഹല്ലേലൂയ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ വായില് കടിഞ്ഞാണിട്ടിട്ടുണ്ട്. യജമാനന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെയും നാവിനെയും നിയന്ത്രിക്കുന്നതാണ് ഇതിൻ്റെ സ്തോത്രം ഈ കടിഞ്ഞാണ്. ഹല്ലേലൂയ. വായിൽ കടിഞ്ഞാണ് ഇടുന്നത്. സ്തോത്രം. കടിഞ്ഞാണ് ഇട്ട സ്തോത്രം ആ കടിഞ്ഞാണിൽ വലിക്കുമ്പോൾ ഏത് സ്ഥലത്തേക്ക് തിരിയണമോ എവിടെ നിൽക്കണമോ ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ കടിഞ്ഞാണാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസഭയാകുന്ന ഞാനും നിങ്ങളും നമുക്കും ഒരു കടിഞ്ഞാണ് ആവശ്യമാണ്. കുറ്റം പറച്ചില്, കുത്തുവാക്കുകൾ, വ്യർത്ഥ സംസാരം, വമ്പ്, തമാശ ഇവയൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ പാടില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് നമ്മൾ എണ്ണണം. ഹല്ലേലൂയ. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ നാവുകളെ നമ്മൾ നിയന്ത്രിക്കണം. സ്തോത്രം. മറ്റൊരു കാര്യം, ഇതിന് നാളെക്കുറിച്ച് യാതൊരു ആകുല ചിന്തയുമില്ല. പ്രിയമുള്ളവരെ, ഈ കുതിരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജാവിൻ്റെ രഥത്തിന് കിട്ടുന്ന ഈ കുതിരയ്ക്ക് സ്തോത്രം നാളെക്കുറിച്ച് അതിന് ഒരു ചിന്തയും ഇല്ല, ആകുല ചിന്തയില്ല അതിന്. രാജാവിൻ്റെ കുതിരകൾ രഥത്തിന് സ്തോത്രം അത് പൂട്ടിക്കെട്ടിയുമ്പോൾ രാപ്പകൽ ഭേദമന്യേ സ്വന്തം സുഖം നോക്കാതെ രാജാവിനെ വഹിച്ചുകൊണ്ട് ഓടുകയാണ്. ഭക്ഷണമോ വെയിലോ മഴയോ അതിന് പ്രശ്നമല്ല, യാതൊരു പരാതിയും അതിനില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ കുതിര മുൻപോട്ട് പോകുന്നത്.
നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ആകുലപ്പെടുകയല്ലേ? നമ്മൾ അങ്ങനെ വേദനിക്കുകയല്ലേ? 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. സ്തോത്രം. അപ്പം അത് യാതൊരു ആകുല ചിന്തയില്ലാത്ത ഒരു കുതിരയാണ് പറവോന്റെ രഥത്തിന് കെട്ടുന്ന ഈ പെൺകുതിര. 1-2 കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന് കുത്തുവാനായി കൊമ്പില്ല. കുതിരയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കുതിരയ്ക്ക് കൊമ്പില്ല. സ്തോത്രം. ആർക്കും ഒരു ദോഷവും ചെയ്യാതെ എല്ലാവരോടും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവാനുള്ള ഹൃദയം പ്രാപിക്കുകയും പ്രതികാര മനോഭാവം കൂടാതെ, ഹല്ലേലൂയ, നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യാൻ പാടില്ല. വാക്കുകളാൽ കുത്തുന്ന വിശ്വാസികളുണ്ടെന്ന്. അത് അവരുടെ ജ്ഞാനമില്ലായ്മയാണ്. സ്തോത്രം. രാജാവിനെ വഹിക്കുന്ന ഈ കുതിരയ്ക്ക് കുത്തുവാൻ, ഹല്ലേലൂയ, കൊമ്പ് അനുവദിച്ചിട്ടില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒന്നും ചിന്തിച്ചു നോക്കണം. ഈ കുതിരയുടെ അനുഭവങ്ങൾ ഇത് എൻ്റെയും നിങ്ങളുടെയും അനുഭവമാണ്. സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ, ഇതിന് ചെവിയുണ്ട്. രാജാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ അത് കാതോർത്ത് നിൽക്കുകയാണ്. സ്തോത്രം. 103-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി, ഹല്ലേലൂയ എന്ന് നാം വായിക്കുന്നുണ്ട്. അവൻ്റെ ആജ്ഞ കേട്ടനുസരിക്കുവാൻ പടക്കുതിര കാഹള ശബ്ദം കേൾക്കുമ്പോൾ ക്ഷീണം മറന്ന് താളത്തിനൊത്ത് അണികളിലേക്ക് കുതിച്ചു കയറുകയാണ്. മണവാട്ടിയുടെ അനുഭവം ഇത് തന്നെയായിരിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 4:16, കാഹള ശബ്ദത്തിനായി നമ്മൾ കാതോർത്ത് നിൽക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചതായിരിക്കുന്ന ഈ തിരുവെഴുത്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളും വർദ്ധിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് പറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് നമ്മളെ ഉപമിച്ചിരിക്കുക. സ്തോത്രം. ദൈവസഭയെ ഉപമിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ടതായ സ്തോത്രം കുതിരയുടെ ഈ അനുഭവങ്ങളെല്ലാം, സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ മഹാരാജാവായ കർത്താവായ യേശുവിനെ വഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. കർത്താവിൽ സ്തോത്രം സന്നിധിയിൽ വിശ്രമിക്കുന്ന വാത്സല്യ പിതാവ് പാസ്റ്റർ PD ജോർജ് അവർകൾ എൻ്റെ ചെറുപ്രായത്തിൽ അദ്ദേഹം വന്ന് പാടിയ ഒരു പാട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. യേശുവിൻ കാന്തയെ നിൻ പ്രിയൻ വാനത്തിൽ വന്നിടൻ കാലമായി ഓർക്ക നീ. യേശുവിൻ കാന്തയെ നിൻ പ്രിയൻ വാനത്തിൽ വന്നിടൻ കാലമായി ഓർക്ക നീ. മേഘത്തിൽ വന്നിടാം എന്നൂര ചെയ്തവൻ, മേഘത്തിൽ വന്നിടാം എന്നൂര ചെയ്തവൻ, താമസിക്കില്ലിനി ഏറെ നാൾ, താമസിക്കില്ലിനി ഏറെ നാൾ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരാറായി. രാജാവിനെ വഹിക്കുവാൻ, രാജാവിനെ ചുമക്കുവാൻ നല്ല ഒരു കുതിരകളായി ഞാൻ നിങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ചു കേട്ടല്ലോ. ഹല്ലേലൂയ. ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിച്ചിരിക്കും. ഈ വചനങ്ങൾ നിങ്ങൾക്ക്
വളരെ അനുഗ്രഹവും ആശീർവാദമായി തീരട്ടെ. എബനേസർ ഹോസ്പിറ്റൽ മിനിസ്റ്ററിയിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ഈ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിങ്ങളും ഹല്ലേലൂയ ആയിത്തീരാം. നമ്മളും അതുപോലെ തന്നെ ആയിത്തീരാം. ചില സ്വഭാവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതേ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.